കഥക് തുറക്കമ്മേ. അമ്മേ, ഞാൻ നന്ദിനിയുടെ കഴുത്തി താലി കെട്ടി. 10 മാസം നൊന്ത് പറ്റ അമ്മയേക്കാൾ വലുതാണല്ലേ ഇന്നലെ കണ്ടേവൾ. അമ്മേ, ഞാൻ ശബ്ദിച്ചു പോരുത്. ഇറങ്ങിക്കൊള്ളേ വീട്ടിൽ നിന്ന്. ഇനിയുള്ള കാലം രണ്ടുപേരും ചേർന്ന് പിച്ചെടുത്തങ്ങ് ജീവിച്ചാ മതി. ഇപ്പോൾ എന്റെ മകനേക്കാൾ എനിക്ക് വലുത് ഈ മുല്ലശ്ശേരി തറവാടിന്റെ അന്തസ്സാണടാ. എന്തിനാണ് അമ്മേ ഞങ്ങളോട് ഇത്ര വാശി? വാശിയല്ലടാ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. ഇറങ്ങി പോടി ഇവനെ വിളിച്ച്. മേലി പടി ചവിട്ടരുത്. കുറ്റം പറയാൻ പറ്റുകയല്ല സുശീലേ. പെറ്റ തള്ള ഇത് എങ്ങനെ സഹിക്കും? പിന്നെ കുട്ടികളുടെ മനസ്സ് കാണാൻ പറ്റാത്ത ഇവരൊരു അമ്മയാണോ? എല്ലാവർക്കും ഇത് പറയാം. അവരവർക്ക് വരുമ്പോ കാണാതിന്റെ തനി കൊണം. ഞാനിട്ടായിരിക്കണം. എന്റെ ദേവി, ഞാനിതെങ്ങനെ സഹിച്ചു? എന്താ സുശീലേ? 10 മാസം ചുമന്ന് പെറ്റ എന്നെ പറ്റി ഇവനത് ഓർത്തില്ലല്ലോ. എന്റെ സുശീല, നീ വെറുതെ പ്രശ്നം വലുതാക്കരുത്. സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഒച്ചയും ബഹളവും വെച്ച് നാട്ടുകാരെ അറിയിക്കല്ലേ. ഈ ചെക്കൻ എന്ത് ബുദ്ധിമോശം കാണിച്ചു. നാള് ദോഷമുള്ളവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്റെ ദേവി. കാണിച്ചത് തെറ്റാ, പക്ഷെ നീ കുറ്റിമുല്ലയിലെ വിലാസിനിയാണോ? ആണോന്ന്? എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ കാര്യം പറയട്ടെ. അമ്മ ഞാൻ കാര്യം പറ. അറിഞ്ഞില്ലേ? എന്തോന്ന്? അത് ശരി. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ പ്രകാശിന് ലോട്ടറി അടിച്ചു. എത്ര ലക്ഷടാ? ലക്ഷങ്ങളൊന്നും അല്ലടാ, കോടികളാ, കോടികള്. എടാ, സംഗതി ലോട്ടറി തന്നെയാണ്, പക്ഷെ പെണ്ണിന്റെ രൂപത്തിലാണെന്ന് മാത്രം. പെണ്ണോ? ആ പെണ്ണ് തന്നെ. ഇടാ, പ്രകാശൻ ഇന്നലെ സ്നേഹിച്ച് പെണ്ണിനെയും വിളിച്ചിട്ട് വന്നടാ. പെണ്ണെന്ന് പറഞ്ഞ ഇതാ പെണ്ണ്. എന്തായാലും ഗുസ്തിക്ക് എല്ലാ കൊല്ലം തോറ്റ് തുന്നമ്പാടുമെങ്കിലും ഇക്കാര്യത്തിൽ അവൻ ചാമ്പ്യൻ തന്നെയാ. നാട്ടുകാരെ മുഴുവൻ ഒറ്റയടിക്കില്ല മലത്തിയടിച്ചത്. ഏതായാലും അവള് ബുദ്ധിയുള്ളവളാ. സ്വർണം മുഴുവൻ ബാങ്കിലെ പ്രകാശിന്റെ പേരിൽ അവള് കൊണ്ട് വെച്ചിരിക്കുന്നത്. അയ്യോ, അപ്പൊ കേസായ പ്രകാശം കൊടുക്കും. കൊടുക്കും. എന്ത് കേസാവൻ? 1 മാസം മുമ്പ് രജിസ്റ്റർ വെച്ചാരി ഒപ്പിട്ടതാ. ശിവേട്ടനാ ഒന്നാം സാക്ഷ്യത ഞാൻ കേട്ടത്. അല്ല തന്നെ ഭാര്യയുടെ സ്വർണം ഭർത്താവിനോട് വരക്കാം. അതിൽ ആർക്കാണ് ഇത്ര വിഷമം? എനിക്കുണ്ടോ? എനിക്ക്. എന്നാലും പ്രകാശിന് ഇത് ഒറ്റയ്ക്ക് ഞാൻ ധൈര്യപ്പെടുകയല്ല. എല്ലാം ചേച്ചി ദേവന്മാരായിരിക്കും. എന്നിട്ടൊന്നും അറിയാത്തോടെ ഇരിക്കുന്നിടല്ലേ. മനോജ്, വരെ തോന്നി ദിവസം പറയരുതട്ടോ. ഇനിയെല്ലാം രാവിലെ ഞാൻ ഇനി എങ്ങനെ സുശീലാമ്മയുടെ മുഖത്ത് നോക്കും?